ഹരി ഓം ഹരി ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ വേദവ്യാസായ പരമജഗദ്ഗുരേ നമഃ. ഓം ഭൂർഭുവസ്വ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. സർവവിഘ്നഹരം ദേവം സർവവിഘ്നവിവർജിതം സർവസിദ്ധിപ്രദാധാരം വന്ദേഹം ഗണനായകം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരുർ സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. തമൽഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദായുധായുധം ശ്രീവത്സലക്ഷ്മംഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധസൗഭഗം. മഹാർഹവൈഡൂര്യകിരീടകുണ്ടലത്വിഷാ പരിഷ്വക്ത സഹസ്രകുന്തളം. ഉദാമകാഞ്ജംഗദ കങ്കണാദിഭിർ വിരോചമാനം വസുദേവ ഐക്ഷത. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേശ്വരവിസ്വരൂപം പ്രണോമി തുഞ്ചത്തിലും ആര്യപാദം. ഓംകാര ബ്രഹ്മബിന്ദുസ്തം ലോകാലോകപ്രവർത്തകം ശ്രീകൃഷ്ണ പരമാത്മാനം ഭഗവന്തം ഭജാമ്യഹം. സൂതൻ ശൗനകാദി മഹർഷികൾക്ക് ചെയ്യുന്ന ഭാഗവതോപദേശം. ഹരേ കൃഷ്ണ. എന്നെല്ലാം മുനിജനം ചൊന്നത് കേട്ട് സൂതൻ നന്നായി തെളിഞ്ഞുടൻ പറഞ്ഞു തുടങ്ങിനാൻ. വന്ദിച്ചിടുന്നേനെങ്കിൽ ശ്രീ ശുഗമുനി തന്നെ നന്ദിച്ചിടണം എന്നെ കുറിച്ച് സദാകാലം. വേദാന്ത സാരാർത്ഥമായി അധ്യാത്മപ്രദീപമായി വ്യാസോക്തമായ പുരാണങ്ങളിൽ പ്രധാനമായി മേവിയിടും ഭാഗവതം ചൊല്ലിയ മുനിവരൻ ശ്രീവേദവ്യാസൻ താനും ആവോളം തുണയ്ക്കമേ. മാമുനിവരന്മാരെ നല്ലൊരു ചോദ്യമിതം. മാലോകർക്കെല്ലാവർക്കും മംഗലമായോ നല്ലോ ഭഗവത് കഥ കേൾപ്പാനാഗ്രഹമുണ്ടായത് സകല ജനങ്ങൾക്കും നല്ലതായി വന്നുകൂടും. മർത്യനായി പിറക്കിലോ മാധവൻ തങ്കലേറ്റം ഭക്തിയുണ്ടാക വേണം, അല്ലായിൽ വൃഥാഫലം. ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടായി മനസ്സിങ്കൽ ആനന്ദമുണ്ടാകണമെങ്കിൽ ഇന്നിതേ നല്ലു വിധിച്ച വണ്ണം തന്നെ കർമ്മങ്ങൾ ചെയ്തിടിലും
മധുദ്വേഷിയിൽ ഭക്തിയില്ലായെങ്കിൽ ഫലം വരാ. വേദങ്ങൾ, ഉപനിഷത് വാക്യങ്ങൾ, ശാസ്ത്രങ്ങളുമാതിയെ പാഠം ചെയ്ത് സർവജ്ഞനെന്നാകിലും മാധവൻ കഥാമൃതം തന്നിലുള്ള അഭിരുചി ചേതസി കുറഞ്ഞീടിൽ ഏതുമേ ഫലമില്ല. പല ജാതിയിലുള്ള കർമ്മങ്ങൾ ചെയ്തിടിലും ഫലമില്ല. അഖിലേശൻ താൻ പ്രസാദിച്ചില്ലെങ്കിൽ കേൾക്കയും പറകയും ഓർക്കയും പൂജിക്കയും മോക്ഷത്തെ നൽകിയിടുന്ന ഭഗവാൻ തന്നെ വേണ്ടൂ. കുറഞ്ഞോരറിവ് ഉള്ളിലുണ്ടെങ്കിൽ അവനുണ്ടോ നരകവൈരിതന്റെ ചരിത്രം മറക്കുന്നു. സജ്ജന സമ്പർക്കവും പുണ്യതീർത്ഥങ്ങൾ തോറും മജ്ജനം വഴി പോലെ ചെയ്യുകയും ദിനം പ്രതി ദുർജന വിയോഗവും ഉണ്ടെന്നു വരുന്നവന് അച്യുത കഥകളിൽ ഇച്ഛയുമുണ്ടായി വരും. ഇച്ഛയുണ്ടാകും തോറും കേൾപ്പാനും തരം വരും. സ്വച്ഛമായി ചമഞ്ഞിടും ചിത്തവും അതിനാലേ. നിശ്ചയമകതാരിൽ അച്യുതൻ വസിച്ചിടും. അച്യുതൻ വസിക്കുമ്പോൾ നിശേഷ സൗഖ്യം വരും. സദ്ബോധമുണ്ടായി വന്നാൽ അച്യുത പാദാംബുജം ഉൾപ്പൂവിൽ ഉറപ്പിച്ചു കൊള്ളണമാകും വണ്ണം നിർഗുണൻ നിഖില ലോകാശ്രയസ്വതാഭൂതൻ നിഷ്കളനായിട്ടത്രേ നിൽക്കുന്നു നിരന്തരം. തൽ സ്വയം പ്രകാരം ഇതാനന്ദസ്വതയിൽ നിന്ന് ഉത്ഭവിച്ചതു മഹാമായയും നടേ നടേ തന്മായ തന്നിൽ സംഘം തനിക്കില്ലെന്നാകിലും ചിന്മയി തന്നോടിട ചേർന്നു താൻ മയങ്ങി ഞാൻ. അവ്യക്തമായ പരബ്രഹ്മവും നാം മായ തന്നാൽ സുവ്യക്തമായിട്ടൊരു പുരുഷരൂപം തോന്നി യോഗനിദ്രയും പൂണ്ടു വെള്ളത്തിൽ പള്ളികൊള്ളും ഏകനായകൻ നാഭി തന്നിലൊരു പത്മം ഉണ്ടായതിൽ ജനിച്ചിടിനാൻ വിരിഞ്ചനും. ഏകനായകൻ നാഭി തന്നിലൊരു പത്മം ഉണ്ടായതിൽ ജനിച്ചിടിനാൻ വിരിഞ്ചനും. ഉണ്ടായി ലോകങ്ങളും തന്നവയവങ്ങളാൽ ഏകനായകൻ നാഭ്യ തന്നിലൊരു പത്മമുണ്ടായി തതിൽ ജനിച്ചിടിനാൻ വിരിഞ്ചനും. ഉണ്ടായി ലോകങ്ങളും തന്നവയവങ്ങളാൽ അന്ന് അതിൽ പ്രജകളെ സൃഷ്ടിച്ചരളിനാൻ പിന്നെ ചതുർമുഖൻ തന്നെ കൊണ്ടനുദിനം തന്നില പ്രജകളെ രക്ഷിപ്പാനായിക്കൊണ്ടല്ലോ തന്നുടെ അംശങ്ങളാൽ അവതാരങ്ങൾ ചെയ്തു. നാലംശമായിട്ടതിൽ മുമ്പിലെ അവതാരം 4 പേർ സനകനും സനന്ദൻ സനാതനൻ നാലാമൻ സനൽ കുമാരാഖ്യനും ക്രമത്താലെ 4-5 വയസ്സുള്ള പൈതങ്ങൾ തമ്മെ പോലെ. 4-ാം വേദാന്തത്തെയും ശീലിച്ച് സദാകാലം 4 പിരിയാതെ നടപ്പൂ പലയിടത്തും. ബ്രഹ്മചര്യത്തിൻ നിഷ്ഠ കാട്ടുവാനായിട്ടല്ലോ നിർമ്മലന്മാരിങ്ങവതരിച്ചു ലോകത്തിങ്കൽ. ഹിരണ്യാക്ഷനെ കൊന്നു ഭൂമിയെ ഉയർത്തുവാൻ പിറന്ന യജ്ഞാംഗനായ സൂകരമൂർത്തിയ പിന്നെ സാത്വതമായ തന്ത്രം ലോകത്തെ പ്രകാശിപ്പാൻ സാത്വികനായ മുനി നാരദനായാനല്ലോ.
നരനാരായണന്മാരായി ചമഞ്ഞത് പിന്നെ ധരണി തന്നിൽ തപോബലത്തെ കാട്ടിയിടുവാൻ. സിദ്ധേശനായ കപിലാഖ്യനായി ചമഞ്ഞത് സിദ്ധിപ്പാൻ മനുഷ്യർക്ക് സാഖ്യയോഗാർത്ഥജ്ഞാനം. ആത്രിപത്നിയിൽ ദത്തനെന്ന അഭിധാനത്തോടും പുത്രനായി അറിയിച്ചാൻ ദണ്ഡനീതികളെല്ലാം. സജ്ജനസേവ്യൻ യജ്ഞനായി അവതരിച്ചുടൻ ദുർജനാന്തകൻ തന്നെ നിർജ്ജലേന്ദ്രനുമായാൻ. ലക്ഷ്മീ വല്ലഭൻ നാഭിപത്നി മേരുവിൽ നിന്ന് ശിർഷയോട് ഋഷഭനാം മുഖ്യഭൂപനുമായാൻ. ഭൂമിയെ കറപ്പാനും നിരത്തി ചമപ്പാനും ഭൂമി നായകൻ പൃഥുവായ അവതാരം ചെയ്താൻ. മേദിനീന്ദ്രാനുഗ്രഹത്തിനു താൻ പ്രളയാബ്ധൗ മേദിനീപതി മത്സ്യമായി മറകളെ വീണ്ടാൻ. ഇന്ദ്രാദികൾക്ക് ജരാനരകൾ നീക്കിയിടുവാൻ ഇന്ദ്രാരിജനവുമായി പാൽക്കടൽ കടഞ്ഞ നാൾ മന്ദരമുയർത്തുവാൻ ആമയായി കീഴേ നിന്നു മന്ദമെന്നിയെ പക്ഷിയായി അതിമീതെ നിന്നാൻ. ആയുർവേദത്തെ ഉപദേശിപ്പാൻ അവനിൽ നായകൻ ധന്വന്തരമൂർത്തിയുമായാനല്ലോ. ദൈത്യരെ മോഹിപ്പിച്ചു പീയൂഷം വീണ്ടിടുവാൻ ദൈത്യാരി പുനരൊരു മോഹിനി വേഷം പൂണ്ടാൻ. ഭക്തനാം പ്രഹ്ലാദനെ രക്ഷിപ്പാൻ പിതാവിനെ നിഗ്രഹിപ്പതിനൊരു നരസിംഹവുമായാൻ. വാമനമൂർത്തി മഹാബലിയെ വഞ്ചിപ്പാനായി കാമതൻ ഇന്ദ്രാനുജനായി അവതാരം ചെയ്താൻ. ബ്രഹ്മദ്വേഷികളായ ഭൂപരെ ഒടുക്കുവാൻ നിർമ്മലൻ ജമദഗ്നി നന്ദനായ ശേഷം ധർമ്മസ്ഥാപനകരൻ ചിന്മയൻ ജഗന്മയൻ കൽമഷഹരൻ വേദവ്യാസനായതും നാഥൻ. രാവണൻ തന്നെ കൊൽവാൻ രാമനായ അഖിലേശൻ ദേവകാര്യാർത്ഥം അവതരിച്ചോരനന്തരം രേവതി രമണനാം രാമനായ അവനിയിൽ ക്ഷീപനാം ബലഭദ്രനായതും താൻ തന്നെ പോൽ ദേവകീസുതൻ കൃഷ്ണനായി അവതരിച്ചതും. ദേവദേവേശൻ പിന്നെ കേവലം കലിങ്കൽ ബുദ്ധനാം ജനസുതനായതും ജഗന്നാഥൻ കൽക്കിയാമിനി കലിയുഗം തന്നന്തത്തിങ്കൽ. ഇത്തരം അവതാരമസംഖ്യം ചെയ്തിടുവാൻ ഉത്തമന്മാരാം ഋഷിവർഗവും സുരന്മാരും മനുക്കൾ പിന്നെ പ്രജാപതിമാർ മനുജന്മാർ കനക്കെ മഹത്തുക്കളായുള്ള ജനമെല്ലാം ഈശ്വരൻ നാരായണൻ തന്നെ അവതാരം ഈശ്വരമയമത്രേ നിശ്ചയം. പ്രപഞ്ചവും തൽപ്രപഞ്ചത്തിനെല്ലാം സാക്ഷിയായ ഏകാത്മാവായി നിൽപ്പൊരു സകലാത്മാവാകിയ പരബ്രഹ്മം തന്നെ മഹാമായ കാരണം പ്രപഞ്ചത്തിനിന്ന് എന്നറിഞ്ഞിടുന്നേരമുദിക്കും ആത്മജ്ഞാനം എന്നെല്ലാം ചൊല്ലിയിടുന്ന ശ്രീ മഹാഭാഗവതം. എന്നെല്ലാം ചൊല്ലിയിടുന്ന ശ്രീ മഹാഭാഗവതം വന്ദ്യനം വേദവ്യാസൻ ചമച്ചു പഠിപ്പിച്ചു. ശ്രീശുകനായ മുനിശ്രേഷ്ഠനെ വഴി പോലെ ആശകളകന്നൊരു ശ്രീശുഖമുനീന്ദ്രനും അക്കാലം അനശനം ദീക്ഷിച്ച് ഗംഗാതീരം ബുക്കൊരു പരീക്ഷത്തിനെ പേരും അറിയിച്ചു. ശ്രീവേദവ്യാസന് ശ്രീനാരദൻ ചെയ്ത ശ്രീ ഭാഗവതോപദേശം.
ഇങ്ങനെ കേട്ട നേരം ശൗനക മഹാമുനി മംഗലനായ സൂതൻ തന്നോടു ചോദ്യം ചെയ്തു. ഏതൊരു കാലത്തിങ്കൽ ആരുടെ നിയോഗത്താൽ ഏതൊരു ദേശത്ത് നിന്നെന്തൊരു നിമിത്തമായി ബാദരായണൻ മുനി ചമച്ചു ഭാഗവതം. ഏതുമൊന്നിലും ഒരു കാംക്ഷയില്ലാത്ത ശുകൻ ആദരാലത് പഠിച്ചിടുവാൻ എന്തുമൂലം. എന്തിനു പരീക്ഷിത്ത് ദീക്ഷിച്ചതനശനം ബന്ധമെന്തവന് ശ്രീശുകനെ കണ്ടെത്തുവാൻ. തങ്ങളിലുണ്ടായ ഒരു സംവാദ നിമിത്തവും എങ്ങനെയെന്ന് നമ്മോടൊക്കവേ പറയണം. എങ്കിലോ കേൾപ്പിൻ മുന്നം ദ്വാപരയുഗത്തിങ്കൽ പങ്കജവിലോചനാകിയ നാരായണൻ ശ്രീപരാശരസുതനായി അവതരിച്ചത് താപസനായി സത്യവതിയാം നാരി തന്നിൽ ലോകാനുഗ്രഹപരനാകിയ വേദവ്യാസൻ വേഗേന സരസ്വതീ തീരത്തെ പ്രാപിച്ചുടൻ ധ്യാനതൽപരനായിട്ടുള്ളിലെ കണ്ണുകണ്ട് മാനസമുറപ്പിച്ചു നോക്കിയ നേരത്തിങ്കൽ വന്നത് കലിയുഗമെന്നത് കാണായി വന്നു. ഉന്നതിൽ കുറയുന്നു ധർമ്മവും കാണായി വന്നു. കാലദോഷത്താൽ കുറഞ്ഞിടുന്ന ധർമ്മത്തിന്റെ പാലനം ചെയ്യുവാനായിട്ടക്കാലം മുനിവരൻ നാലായി പകുത്തത് വേദത്തെ. അത് പിന്നെ നാൽവർക്കും പഠിപ്പിച്ചു വെവ്വേറെ ഓരോന്നെല്ലാം. വേദത്തിൻ പൊരുൾ വെളിച്ചത്ത് കാട്ടിയിടുവാനായി ആദരാൽ പുരാണങ്ങൾ ചമച്ചു പഠിപ്പിച്ചു. ലോകാനുഗ്രഹാർത്ഥമായി ഇങ്ങനെ ചെല്ലും കാലം വ്യാകുലം തീർന്ന് ബുദ്ധി നന്നായി തെളിഞ്ഞീല. എന്തൊരു കുറവെനിക്ക് ഇങ്ങനെ വന്നിടുവാൻ ചിന്തിച്ചാൽ ഒരു മൂലം എന്നെല്ലാം പലതരം ചിന്തിച്ചിരുന്നീടിന കാലത്തിങ്കൽ അന്തരായി കാണായി വന്നു നാരദമുനിയെയും. അന്തികെ കാണായി വന്ന നാരദമുനീന്ദ്രനെ സന്തോഷം വളർന്നൊരു വേദവ്യാസനുമേറ്റം ഭക്തി പൂണ്ടെഴുന്നേറ്റു വന്ദിച്ച് നമസ്കരിച്ച് അർഘ്യപാദ്യാദികളാൽ അർച്ചിച്ചു പൂജിച്ചപ്പോൾ സൽക്കാര കുശല പ്രശ്നാദികൾ കഴിച്ചുടൻ മുഖ്യനാം ദേവമുനി നാരദൻ അരുൾ ചെയ്തു. വിഖ്യാത ഗുണാംബുധേ കേൾക്കേണമിത് ഭവാനുൾക്കാമ്പിലുണർവേറ്റമുണ്ടല്ലോ നിനക്കെന്നാൽ. ഋഗ്യജുസാംനായ ഭാഗാദികൾ ജഗത്രയഭദ്രസാധനം സർവലോക സമ്മതം നൂനം. വിസ്മയോദിതം ഭഗവദ്യശസഹിതമായി വിസ്മയോദിതം ഭഗവത് യശസഹിതമായി തൽസമർപ്പണം ചെയ്യിൽ എത്രയും അത്യുത്തമം. ഭഗവത് യശോയുധം അലായും പ്രബന്ധങ്ങൾ സുഖമേ ശോഭിക്കയില്ലെന്ന് കേട്ടിരിക്കുന്നു. കവിനായകനായ നിന്മനോമാലിന്യവും ഇവിടെ നീങ്ങിയിടായ്വാനതു കാരണം തന്നെ സർവലോകാനുഗ്രഹകര സാധനം തവ സർവസംരചിതങ്ങൾ എന്നാലും ഇനിയിപ്പോൾ സർവലോകേശനായ ഭഗവത് യശസ്സോട് സർവൈക സമ്മതമായുള്ളൊരു പുരാണം നീ ചമയ്ക്ക വേണം. ഇനി എന്നാൽ നിൻ മനസ്സപ്പോൾ രമിക്കും പരമാത്മാവോട് ചേർന്ന് അനുദിനം
ക്രമത്താൽ ആത്മാവിങ്കൽ അഖില കർമ്മങ്ങളും സമർപ്പിച്ചിരിക്കുമ്പോൾ ഉദിക്കും ആത്മജ്ഞാനം. ജ്ഞാനമുണ്ടാകും നേരം മാനസമലിനങ്ങൾ താനേ പോയകന്നീടും, ഇല്ല സംശയമേതും. ഞാനൊരു ശൂദ്രൻ പണ്ട് ഭൂദേവകുലാജ്ഞയാ മാനസഭക്ത്യ സന്യാസികളെ പൂജിക്കയാൽ കാരുണ്യം വളർന്നനുഗ്രഹിച്ചാരവരതു കാരണം. ആത്മജ്ഞാന തൽപരനായോരെൻ്റെ മാതാവ് മരിച്ചത് ദൈവാനുഗ്രഹമെന്നോർത്തേതുമേ മനസ്താപം അതിങ്കലുണ്ടാകാതെ കേവലം ശേഷക്രിയ ചെയ്തുടൻ പുറപ്പെട്ടു. ഭാവനാവശാൽ സർവം ത്യജിച്ച് ജിതേന്ദ്രിയ ഭഗവത്ധ്യാനത്തോടുകൂടെ വേവനം ബുക്ക് ഭഗവതുപാസനാരതനായി വാഴും കാലം. ധ്യാനവിസ്ഫുരിതനാം ഈശ്വര ഗുണരൂപം, ധ്യാനവിസ്ഫുരിതനാം ഈശ്വര ഗുണരൂപം കാണാഞ്ഞ് പരിഭ്രമിച്ചിടിനോരെനിക്കൊരു വാണി ചെഞ്ചമ്മെ കേൾക്കാൻ വന്നിതു. നിനക്കെന്നെ കാണണമെങ്കിൽ അവകാശമില്ല ജന്മത്തിങ്കിൽ, താനേ വന്നെത്തും മേലിൽ എന്നത് കേട്ട നേരം ആനന്ദ സമുദ്രത്തിൽ വീണുടൻ മുഴുകി ഞാൻ. മാനസഭക്ത്യാ ഭഗവത് യശസ്സുകളെയും ഗാനം ചെയ്തെങ്ങും നടന്ന ആയുശേഷത്താലുള്ള കാലങ്ങൾ കഴിച്ച് ഏഴാം ബ്രഹ്മനന്ദനനിപ്പോൾ കാലാത്മാകാലം കൊണ്ട് സർവവും സാധിപ്പിക്കും എന്നെല്ലാം ഭഗവൻ മഹാത്മ്യങ്ങളരുൾ ചെയ്തു. പിന്നെ അങ്ങുടന് ആത്മജ്ഞാനോപദേശത്തെയും നിർണയാത്മക പ്രതിബിംബ പാദാഗ്രദ്വന്ദ്വമണ്ഡലം തന്നിൽ കാട്ടിക്കൊടുത്തു തെളിവോടെ. സന്ദേഹമൊഴിച്ചുറപ്പിച്ചെഴുന്നള്ളിയിടിനാൻ വന്ദ്യനാം ദേവമുനി നാരദനതു കാലം. പിന്നെയും സരസ്വതി തന്നോട് തീരത്തിങ്കൽ പർണശാലയിൽ തത്ര വസിച്ചു വേദവ്യാസൻ. ബ്രഹ്മോപാസനം കൊണ്ട് ശുദ്ധമായി ചമഞ്ഞൊരു നിർമ്മലാത്മന പരമേശ്വര തത്വത്തെയും മായാകാരണമായ സംസാരബന്ധത്തെയും മായാസംബന്ധം തീർപ്പാനുള്ള സാധനങ്ങളിൽ ഭക്തിയോഗത്തെയും കണ്ട് ഉൾക്കാമ്പിലുറപ്പിച്ച് മുക്തിസന്മാർഗ പ്രതിപാദൈക കരണീയം ശ്രീമഹാഭാഗവതം ചമച്ചിടിനാൻ. ആദിഭക്ത്യ ശ്രീശുകൻ പഠിച്ചതു വിസ്തരിക്കുകയും ചെയ്തു. സൂതനാൽ ഉദിതമായി ഇങ്ങനെ കേൾക്കായപ്പോൾ പ്രീതനായി മഹാമുനി ശൗനകൻ ചോദ്യം ചെയ്താൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമജഗദ്ഗുരുവേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം ഹരി ഓം ഹരി ഓം ഹരി.